അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാവിലെ 5:42 ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പോകുന്ന വഴിയിൽ നമ്മളിങ്ങനെ ആ സ്കൈയുടെ ഒരു ഭംഗി കണ്ടപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജിദ്ദ ടു തായിഫ് നോൺ മുസ്ലിം റോഡിലാണുള്ളത്. അധികം വണ്ടികളൊന്നുമില്ല, നല്ല സ്വസ്ഥമായ സ്ഥലം. അപ്പോൾ ഞങ്ങളങ്ങനെ തായിഫിന്റെ ചുരം കയറി തുടങ്ങി. ഒരുപാട് ഹെയർ പിന്നുകൾ നിറഞ്ഞതാണ് ഈ തായിഫിന്റെ ചുരം എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന ഈ മലകളൊക്കെ കയറി വേണം നമുക്ക് തായിഫിന്റെ മേളിലേക്ക് എത്താൻ. ഒരുപാട് ഹെയർ പിന്നുള്ളത്. നമുക്ക് ചില സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലെ വയനാടിന്റെ ചുരങ്ങളെയൊക്കെ വിസ്മരിപ്പിക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ റോഡൊക്കെ അത്യാവശ്യം വീതിയുണ്ട്, അതുകൊണ്ട് വലിയൊരു ട്രാഫിക് കൺജക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ എന്താ പറയാ, ടെമ്പറേച്ചർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സമയം ഏതാണ്ട് 8 മണിയായി. ഞങ്ങൾ 5:30 മണിക്കാണ് ജിദ്ദയിൽ നിന്ന് തിരിച്ചത്. ഏതാണ്ട് 8 മണിയായിട്ടുണ്ട്. ഇനിയുള്ള വിശേഷങ്ങളിലേക്ക് നോക്കാം. നമ്മൾ താഴെ ഒരു ചെറിയൊരു സിറ്റിയെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു റെസ്റ്റിംഗ് ടൈം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നതല്ലേ, അപ്പം അതുകൊണ്ടാണ്. അതിമനോഹരമാണ്, നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ റിയാദ് ഹൈവേയിലാണുള്ളത്. റിയാദ് ഹൈവേയിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് അൽ മഹാനി ഹദാൻ എന്ന് പറയുന്ന റോഡിലേക്ക് നമുക്ക് എക്സിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കുറെ ഒഴിഞ്ഞ വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഒരു ഏരിയയില് കുറെ ആട്ടും പറ്റങ്ങളും. അപ്പോ ഞങ്ങള് പോകുന്ന വഴിക്ക് കുറച്ച് 2 ആൾക്കാരെ പരിചയപ്പെട്ടില്ല. പോകുന്ന വഴിയിൽ അവര് വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അവര് ഒരുപാട് യാത്ര ചെയ്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. ശരി, ഇതാണ് ആൾക്കാർ. അവര് യാത്ര ചെയ്ത സ്ഥലങ്ങളുടെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു ഇതിനകത്തുള്ളത്. ഒരുപാട് സ്ഥലങ്ങളുടെ ഫോട്ടോസൊക്കെ അവർ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഹാർലി ഡേവിഡ്സൺ ആണ്, ഹോണ്ടയാണ്. ഹോണ്ടയുടെ വണ്ടിയാണ്. അതുപോലെ തന്നെ അവര് യാത്രക്കാരാണോ. ഹായ്, ഹൗ ആർ യു? ജസ്റ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് യു സംതിങ്. യുണൈറ്റഡ് ബാക്കേഴ്സ് ഫ്രം ജിദ്ദ. Hello, okay, fine, very good. Yeah. Nice to see you too. Nice to meet you too. And you are basically from Saudi Arabia or from Jeddah? We are also from Jeddah. Yeah, same area. Oh, these are the countries. Great. ഓ, 2018 അദ്ദേഹം റഷ്യൻ വേൾഡ് കപ്പില് ഈ ബൈക്ക് ഉപയോഗിച്ച് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റിക്കേഴ്സ് ആണ് ഇവിടെ ഒടിച്ചിരിക്കുന്നത്. ഓക്കെ. Yeah, this is Turkey. Okay. Separate trip. Okay, great. With the same bike or same bike? See, with the same ഈ ബൈക്കിലാണ് അദ്ദേഹം, ഹോണ്ടയുടെ ഈ ബൈക്കിലാണ് ഇത്രയും രാജ്യങ്ങൾ അദ്ദേഹം സഞ്ചരിച്ചത്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ അഹമ്മദ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്.
സോ വെരി നൈസ് ടു മീറ്റ് യു. അപ്പം നമുക്കിനി ഏതാണ്ട് 1 മിനിറ്റേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഒരു ലൈറ്റൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങള് അൽ വബ ഗർത്തത്തിന്റെ അടുത്താണ് എത്തി നിൽക്കുന്നത്. അൽ വബ ഗർത്തം ഏതാണ്ട് 820ഓളം അടി താഴ്ചയുള്ള ഗർത്തമാണ്. ഏതാണ്ട് 2 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഗർത്തം ഒരു അഗ്നിപർവ്വത ഗർത്തമാണ്. അതായത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ടൂറിസത്തില് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്, സൗദി അറേബ്യ ടൂറിസം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കാണാൻ അഗ്നിപർവ്വതം പൊട്ടിയതായിട്ട് അടുത്തൊന്നും ചരിത്രമില്ല, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പൊ അഗ്നിപർവ്വതത്തിന്റെ അപ്പൊ താഴെ കാണുന്ന ഈ വെള്ള കളറിലൊരു ക്രിസ്റ്റൽ രൂപത്തിൽ അതാണ് താഴെ കാണുന്നത്. സോഡിയം സൾഫേറ്റോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അത് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ അൽ വബ ഗർത്തമാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളിലേക്കും വീഡിയോയിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് പോകണം. ലെറ്റ്സ് ഗോ. ഡീപ്പാണ്. അപ്പൊ കരൽ മണ്ണാണ് ഉള്ളത്. അപ്പൊ ഈ മണ്ണെന്ന് പറഞ്ഞാൽ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന് അടുത്തേക്ക് വന്നു ശ്രദ്ധിക്കണം. നല്ല കാറ്റ് വീശുന്നുണ്ട്. എനിക്ക് ഷൂട്ടിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയും കാറ്റ് വീശുന്നുണ്ട്. ഏതാണ്ട് 2 മണിയായി. അത്യാവശ്യം തണുത്ത കാറ്റായിട്ടാണ് വീശുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു മനോഹാരിതയും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ടൂറിസം ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഭംഗി ഇതാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. തിരിച്ച് മേളിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അത്യാവശ്യം മേളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് സ്ട്രെയിറ്റ് ആയിട്ട് റോഡ്. ഭയങ്കര മനോഹരം. ചുറ്റും മലകളാണ്. ജനവാസ കേന്ദ്രമൊന്നുമല്ല. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഓഫ് റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗർത്തത്തിന്റെ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി. അപ്പൊ നമ്മളിപ്പോ അതായത് ആ ഗർത്തത്തിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് നിന്നത്. ഇപ്പോൾ അടുത്ത സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ താഴേക്ക് നടന്നിറങ്ങാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. എനിക്കറിയില്ല അത് വിജയിക്കുമെന്നുള്ളത്. ഇവിടേക്ക് താഴേക്ക് നമ്മളോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് താഴേക്ക് ഇറങ്ങാൻ കഴിയും, പക്ഷേ വെള്ളമൊക്കെ കരുതാൻ കാര്യം തിരിച്ച് കയറി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഴി എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ വഴിയിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. ഇതാണ് ആ വഴി. അല്ലേ, ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ വേണം നമുക്ക് നടന്ന് താഴേക്ക് എത്താൻ. താഴ്ന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ നടന്ന് മുകളിലേക്ക് വരുന്നുണ്ട്. ഇത്രയും ദൂരത്തിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. നടക്കാം. നമ്മൾ ഈ വീഡിയോ കാണുന്നത്ര ഈസി അല്ല നമ്മൾ താഴേക്ക് പോകുന്നത്. How was your experience? It was good, or? It's been excellent, yeah. Going down is very easy. Going up a little No, it's just me. They are okay. They are okay. Maybe afterward you'll have to
come out, I'm still around. You carry me out. Okay, stay. We will be back. Okay, thank you. അവർ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോവാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് ഈസിയായിട്ട് ഇറങ്ങിപ്പോവാം. കയറിപ്പോവാൻ അവർ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സൗദി അറേബ്യയിൽ കാണാൻ സാധിക്കുക അല്ലേ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് താഴേക്ക് എത്താൻ പറ്റുമെന്ന്. ഞങ്ങൾ ആ മേളിൽ ആ കാണുന്ന ഭാഗത്ത് നിൽക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലുകളൊക്കെ ഇങ്ങനെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്രയും ഹൈറ്റിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്നാണ് നമ്മൾ നടന്ന് എത്തിയിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓഫ്കോഴ്സ് അവർക്ക് വരാം, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയൊരു അനുഭവമാണിത്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ സൗദി അറേബ്യയിൽ ഇനിയും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരാളെ കണ്ടു. ഹായ്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടെങ്കിലും ഹസീബ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. നടക്കുന്ന സമയത്ത് എനിക്കൊന്ന് വെള്ളം ഇറങ്ങി മഴയൊക്കെ പോയി വെള്ളം ഇറങ്ങി ആ ഒരു ചതുപ്പ് നിലത്തിൻ്റെയൊക്കെ മേളിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. പിന്നെ ഈ കാണുന്നത് വൈറ്റ് കളറിൽ കാണുന്ന സോഡിയം ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ആണ്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് അത്യാവശ്യം അവരുടെ പേരൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരോടൊപ്പം വണ്ടേഴ്സ് ഡയറിയും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇവിടെ കാണുന്ന ക്രിസ്റ്റൽസ്. കണ്ടില്ലേ, wonders there. അപ്പോൾ ഇവിടെയുള്ള ഈ വെള്ള മേളിൽ നിന്ന് കണ്ട ആ വെള്ളയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഇവിടെ ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഇത് കഴിഞ്ഞു നമ്മളിനി മേളിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മൾ വീണ്ടും മല കയറാൻ തുടങ്ങുകയാണ്. എൻ്റെ മുന്നിൽ കാണുന്ന ഈ മലകളെല്ലാം കയറി വേണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്താൻ.
ഇങ്ങനെ ഈ സ്ഥലത്ത് നിന്നാണ് നമ്മളിങ്ങനെ കയറി ആ വരുന്ന വഴിയുണ്ടോ, ഈ വഴിയിലൂടെയാണ് നമ്മൾ നടന്ന് മേളിലേക്ക് എത്തിയത്. ഈ കാണുന്ന ആ ഒരു അത്രയും ഈസി അല്ല ഇങ്ങോട്ടേക്ക് നടന്ന് കയറുന്നത്. അപ്പോ നമ്മൾ എത്തി നിൽക്കുന്നത് അൽ-ബഹ. നമ്മളിപ്പോ താഴേക്ക് പോയിട്ട് തിരിച്ചു കയറി വന്ന ആ ഒരു ക്ഷീണമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എത്തുക. വണ്ടേഴ്സ് ഡയറി ടീംസ് എപ്പോഴും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.